നമ്മുടെ ജീവിതയാത്രയിലെ ഏറ്റവും വലിയ വെല്ലുവിളി പുറത്തല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. തീരുമാനമെടുക്കാനുള്ള ശക്തി, പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശേഷി, ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം, ഇതാണ് മനഃശക്തി. നിങ്ങൾ ഒരു വലിയ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ആ സ്വപ്നത്തിലേക്കുള്ള പാലം പണിയുന്നത് ഈ മനഃശക്തിയാണ്. പലപ്പോഴും അലസതയുടെയും സംശയത്തിൻ്റെയും കനത്ത മൂടൽമഞ്ഞിനിടയിൽ ഈ ശക്തി ഒളിച്ചിരിക്കും. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഈ ശക്തി ഒരു തീപ്പൊരി പോലെയാണ്. അതിനെ ആളിക്കത്തിക്കാൻ ചില നിഗൂഢമായ വിദ്യകളുണ്ട്. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുന്ന അത്തരത്തിലുള്ള ശാസ്ത്രീയവും എന്നാൽ ആഴത്തിലുള്ളതുമായ വഴികളാണ്. ഒന്നാമതായി നാം മനസ്സിലാക്കാൻ പോകുന്നത് മനഃശക്തിയുടെ തീപ്പൊരിയെക്കുറിച്ചാണ്. മനഃശാസ്ത്രജ്ഞർ നമ്മുടെ ഇച്ഛാശക്തിയെ വിശേഷിപ്പിക്കാറുള്ളത് ഈഗോ ഡിപ്ലീഷൻ എന്ന ആശയം ഉപയോഗിച്ചാണ്. അതായത്, നമ്മൾ തുടർച്ചയായി കടുപ്പമുള്ള തീരുമാനമെടുക്കുമ്പോൾ മനഃശക്തിയുടെ കരുതൽ ശേഖരം കുറയുന്നു. ഒരു ദിവസം പല പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം രാത്രിയിൽ വ്യായാമം ചെയ്യാനുള്ള ഊർജം നഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. എന്നാൽ ഇവിടെയാണ് നമ്മുടെ പുതിയ കാഴ്ചപ്പാടിന്റെ പ്രസക്തി. മനഃശക്തി ഒരു പേശിയല്ല, അത് നിങ്ങളുടെ ഉള്ളിലെ ഒരു തീപ്പൊരി പോലെയാണ്. നിരന്തരമായ ശ്രദ്ധയും പരിശീലനവും കൊണ്ട് ഈ തീപ്പൊരിയെ ആളിക്കത്തിക്കാൻ നമുക്ക് സാധിക്കും. അഗ്നിയിലേക്ക് ചെറിയ വിറകുകൾ ഇട്ടുകൊടുക്കുന്നത് പോലെ നാം ഓരോ തവണയും പ്രലോഭനങ്ങളെ അതിജീവിക്കുമ്പോൾ ഈ തീപ്പൊരി കൂടുതൽ ശക്തമായ ജ്വാലയായി മാറും. ലളിതമായ പരിശീലനം. ഈ ആഴ്ച നിങ്ങൾ ഒരു മൈക്രോ ചലഞ്ച് തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന്, ഓരോ തവണ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ലൈറ്റ് ഓഫ് ചെയ്യുക. ഈ ചെറിയ ശീലം നമ്മുടെ തലച്ചോറിൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന സന്ദേശം നൽകുന്നു. ഈ ചെറിയ വിജയങ്ങളാണ് വലിയ വെല്ലുവിളികളെ നേരിടുവാൻ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന തീയായി മാറുന്നത്. ഈ ചെറിയ അഗ്നി നമ്മുടെ ജീവിതത്തിലെ വലിയ കൊടുങ്കാറ്റുകളെ അതിജീവിക്കുവാൻ സഹായിക്കുന്ന ചൂടായി മാറും. രണ്ടാമതായി, മനഃശക്തിയുടെ ഇന്ധനം ഉറക്കവും വിശ്രമവുമാണ് എന്നുള്ളതാണ്. ഉറക്കം എന്നത് നമ്മുടെ തലച്ചോറിനുള്ള വെറുമൊരു വിശ്രമം മാത്രമല്ല, അത് ന്യൂറോ കെമിക്കൽ റീചാർജിംഗ് സ്റ്റേഷനാണ്. നമ്മുടെ യുക്തിപരമായി തീരുമാനങ്ങൾ എടുക്കുന്ന തലച്ചോറിന്റെ മുൻഭാഗമായ ഫ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് കാര്യക്ഷമമായി പ്രവർത്തിക്കണമെങ്കിൽ മതിയായ ഉറക്കം കൂടിയേ തീരൂ. ഉറക്കം കുറവാണ് എങ്കിൽ നമ്മൾ കൂടുതൽ വൈകാരികമായി പ്രതികരിക്കുകയും ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് മനഃശക്തിയുടെ തീപ്പൊരി കെടാതെ സൂക്ഷിക്കാൻ ദിവസവും 7 മുതൽ 9 മണിക്കൂർ വരെ ഗുണമേന്മയുള്ള ഉറക്കം ഉറപ്പാക്കുക. രാത്രിയിൽ ഗാഢമായി ഉറങ്ങുമ്പോൾ തലച്ചോർ പകൽ സംഭരിച്ച വിവരങ്ങളെ ദീർഘകാല ഓർമ്മകളായി ക്രമീകരിക്കുന്നു. അതോടൊപ്പം കോശങ്ങളിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യുന്ന ഗ്ലീഫാറ്റിംഗ് സിസ്റ്റം സജീവമാകുന്നു. നല്ല ഉറക്കം നിങ്ങളുടെ ശ്രദ്ധയും ഓർമ്മശക്തിയും ക്ഷമയും വർദ്ധിപ്പിക്കും. മൂന്നാമതായി, ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മൾട്ടി ടാസ്കിംഗ് എന്നത് ഉൽപാദനക്ഷമതയുടെ ഒരു മിഥ്യാധാരണയാണ്. ഒരു ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ശ്രദ്ധ മാറ്റുമ്പോൾ തലച്ചോറിന് ഓരോ തവണയും ആ പുതിയ ജോലിയിലേക്ക് മനസ്സിനെ വീണ്ടും ക്രമീകരിക്കേണ്ടി വരുന്നു. ഇതിനെ അറ്റൻഷൻ റെസിഡ്യൂ എന്ന് പറയുന്നു. ഇത് നമ്മുടെ ഊർജം ചോർത്തിക്കളയുകയും കാര്യക്ഷമത 40% വരെ കുറയ്ക്കുകയും ചെയ്യാം. പരിഹാരം സിംഗിൾ ടാസ്കിംഗ് പരിശീലിക്കുക എന്നുള്ളതാണ്. ഒരു സമയം ഒരൊറ്റ ടാസ്കിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതിനായി പൊമോഡോറോ ടെക്നിക് പോലുള്ള രീതികൾ ഉപയോഗിക്കാം. അതായത്, 25 മിനിറ്റ് ഒരു കാര്യത്തിൽ മുഴുകുക, എന്നിട്ട് 5 മിനിറ്റ് വിശ്രമിക്കുക. ഈ 25 മിനിറ്റിൽ മൊബൈൽ ഫോൺ നിശബ്ദമാക്കുക, എല്ലാ അറിയിപ്പുകളും ഓഫ് ചെയ്യുക. പ്രവൃത്തിയിലുള്ള ധ്യാനം പോലെ ഈ ഒറ്റ ശ്രദ്ധ നിലനിർത്തുന്നത് നമ്മുടെ ഏകാഗ്രതയെയും ജോലി പൂർത്തിയാക്കാനുള്ള ഇച്ഛാശക്തിയെയും ശക്തിപ്പെടുത്തുന്നു. നാലാമതായി, പ്രകൃതിയുടെ ശാന്തത കണ്ടെത്തുക എന്നുള്ളതാണ്. പ്രകൃതി നമ്മുടെ തലച്ചോറിൽ വരുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. നിങ്ങളൊരു പൂന്തോട്ടത്തിലോ കാട്ടിലോ വെള്ളത്തിന്റെ അടുത്തോ ചെലവഴിക്കുമ്പോൾ
നിങ്ങളുടെ പാരാസിമ്പതറ്റിക് നെർവ് സിസ്റ്റം സജീവമാകുന്നു. ഇത് ശരീരത്തെ ശാന്തമാക്കുകയും പോരാടുക അല്ലെങ്കിൽ ഓടിപ്പോവുക എന്ന സമ്മർദ്ദാവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ദിവസവും 15 മിനിറ്റ് പ്രകൃതിയിൽ ചെലവഴിക്കുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ ക്രിയാത്മക ചിന്തകൾക്ക് ഉത്തരവാദിയായ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് സന്തുലിതമാകുന്നു. ഒരു മൈൻഡ്ഫുൾനെസ് പരിശീലനം പോലെ ചുറ്റുമുള്ള ശബ്ദങ്ങളിലും ഗന്ധങ്ങളിലും ദൃശ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ പച്ച നിറത്തിലുള്ള ശ്രദ്ധ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചിന്തകളെ വ്യക്തതയോടെ കാണാനുള്ള ഉൾക്കാഴ്ച നൽകുകയും ചെയ്യും. 5-ാമതായി തണുത്ത വെള്ളത്തിലുള്ള പരിശീലനം. ഇതൊരു സാധാരണ ശീലമല്ല, മറിച്ച് ഇച്ഛാശക്തിയെ ഉണർത്തുന്ന ഒരു പ്രവൃത്തിയാണ്. തണുത്ത വെള്ളത്തിൽ കുളിക്കുകയോ അവസാനത്തെ 1 മിനിറ്റ് മാത്രം തണുത്ത വെള്ളം ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ ശരീരത്തിന് ഒരു നിയന്ത്രിത ഷോക്ക് നൽകുകയാണ്. ഈ നിമിഷം ശരീരം പ്രതിരോധത്തിനായി നോറെപിനെഫ്രിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. നോറെപിനെഫ്രിൻ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ശ്രദ്ധ 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഈ തണുപ്പിനെ ബോധപൂർവം അതിജീവിക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ നൽകുന്ന സന്ദേശം ഇതാണ്: എനിക്ക് അസുഖകരമായ ഓരോ അവസ്ഥയെയും എൻ്റെ ലക്ഷ്യത്തിനായി സഹിക്കാൻ കഴിയും. ഇത് നിങ്ങളുടെ മാനസിക ദൃഢതയെ വളർത്തുന്ന ഒരു ശക്തമായ ഉപകരണമാണ്. 6-ാമതായി ഡോപാമൈൻ ഡിറ്റോക്സ്, ആസക്തികളെ നിയന്ത്രിക്കുക എന്നുള്ളത്. ആധുനിക ലോകം സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷനിലൂടെയും ലളിതമായ വിനോദങ്ങളിലൂടെയും നമ്മുടെ തലച്ചോറിന് ഡോപാമൈൻ എന്ന സമ്മാനം നൽകി പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് നമ്മുടെ തലച്ചോറിന്റെ പ്രതിഫല സംവിധാനത്തെ തകരാറിലാക്കുന്നു. കഠിനാധ്വാനം വേണ്ട വലിയ ലക്ഷ്യങ്ങളെക്കാൾ എളുപ്പത്തിൽ കിട്ടുന്ന സന്തോഷങ്ങളിലേക്ക് മനസ്സ് ചായാൻ ഇത് കാരണമാകും. പരിഹാരം ഇടയ്ക്കൊരു ഡോപാമൈൻ ഉപവാസം പരിശീലിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം മൊബൈൽ ഫോൺ, TV, സംഗീതം, മധുരം തുടങ്ങിയ എളുപ്പത്തിൽ സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഈ മടുപ്പിനെ നിങ്ങൾ അതിജീവിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് റീസെറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഒരു പുസ്തകം വായിക്കുകയോ ഒരു പുതിയ കാര്യം പഠിക്കുകയോ പ്രകൃതിയിൽ നടക്കുകയോ ചെയ്യുന്നത് പോലുള്ള ലളിതമായ കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് വലിയ സന്തോഷം കണ്ടെത്താൻ സാധിക്കും. 7-ാമതായി ധ്യാനത്തിലൂടെയുള്ള കാഴ്ചപ്പാട്. ധ്യാനം എന്നത് വെറും വിശ്രമമല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിനെ പരിശീലനം നൽകുന്ന ഒരു കലയാണ്. ചിന്തകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനു പകരം അവയെ ഒരു നദിയിലെ ഒഴുക്കുപോലെ സാക്ഷിഭാവത്തിൽ നോക്കിക്കാണുക. ചിന്തകളെയും വികാരങ്ങളെയും വ്യക്തിപരമായി എടുക്കാതിരിക്കാനുള്ള കഴിവാണ് ഇവിടെ വികസിപ്പിക്കുന്നത്. ഈ പരിശീലനം വികാരങ്ങൾ ശക്തമാകുമ്പോൾ പോലും ചിന്തിക്കാനും പ്രതികരിക്കുന്നതിന് മുൻപ് ഒരു പോസ് എടുക്കാനും നിങ്ങളെ സഹായിക്കുന്നു. ഈ ഒരു നിമിഷത്തെ ഇടവേളയാണ് മനഃശക്തിയുടെ താക്കോൽ. പതിവായുള്ള ധ്യാനം തലച്ചോറിന്റെ ശ്രദ്ധയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലെ ഗ്രേ മാറ്റർ വർദ്ധിപ്പിക്കുമെന്ന് ശാസ്ത്രീയ പഠനങ്ങളുണ്ട്. 8-ാമതായി വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ എന്നത് സ്വപ്നം കാണുന്നതിനേക്കാൾ കൂടുതലാണ്. ഇത് തലച്ചോറിനുള്ള മാനസിക പരിശീലനമാണ്. നിങ്ങൾ ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിൻ്റെ ഓരോ ഘട്ടവും അതിലെ വികാരങ്ങളും ഉൾപ്പെടെ മനസ്സിൽ ആഴത്തിൽ അനുഭവിക്കുക. ഉദാഹരണത്തിന്, ഒരു പൊതുപ്രസംഗം നടത്തുന്നതിന് മുൻപ് നിങ്ങളുടെ വാക്കുകൾ ആളുകളിലേക്ക് എത്തുന്നതും നിങ്ങൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നതും മനസ്സിൽ കാണുക. ഇത് തലച്ചോറിലെ മോട്ടോർ കോർട്ടെക്സ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെ സജീവമാക്കുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ജോലി ചെയ്യുമ്പോൾ തലച്ചോറിന് അത് മുൻപരിചയമുള്ള ഒരു കാര്യമായി അനുഭവപ്പെടുന്നു. ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ഉത്കണ്ഠ കുറയ്ക്കുകയും വിജയസാധ്യത കൂട്ടുകയും ചെയ്യുന്ന ഒരു നിഗൂഢ വിദ്യയാണ്. 9-ാമതായി നിങ്ങളുടെ പ്രധാന ലക്ഷ്യം കണ്ടെത്തുക എന്നുള്ളതാണ്. മനഃശക്തിയുടെ തീപ്പൊരി കെട്ടുപോകാതിരിക്കാനുള്ള ഏറ്റവും ശക്തമായ മാർഗം അതിനൊരു വലിയ ലക്ഷ്യത്തിലേക്ക് ദിശാബോധം നൽകുക എന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്താണെന്ന് എഴുതി വയ്ക്കുക. പ്രലോഭനങ്ങളോ ക്ഷീണമോ ഉണ്ടാകുമ്പോൾ ഈ ലക്ഷ്യം ഓർമ്മിക്കുക. ലളിതമായ ഒരു പ്രലോഭനത്തിനു മുന്നിൽ വഴങ്ങിക്കൊടുക്കുന്നത് ഈ വലിയ ലക്ഷ്യത്തെ ഒറ്റിക്കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന് നിങ്ങളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുക. ഈ ആന്തരിക ലക്ഷ്യബോധമാണ് നിങ്ങളുടെ ഇച്ഛാശക്തിയെ അവസാന നിമിഷം വരെ നിലനിർത്തുന്ന ഇന്ധനം. 10-ാമതായി പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്.
നമ്മുടെ തലച്ചോറ് മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒന്നാണ്. ജീവിതകാലം മുഴുവൻ പുതിയ കണക്ഷനുകൾ ഉണ്ടാക്കാനും പഴയവയെ മാറ്റിസ്ഥാപിക്കാനും അതിന് കഴിയും. ഇതിനെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഈ വഴക്കം നിലനിർത്തുകയാണ് മാനസിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച വഴി. പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റിപ്പിടിക്കുക. പുതിയൊരു ഭാഷയുടെ അടിസ്ഥാന പാഠങ്ങൾ പഠിക്കുക. നിങ്ങൾ സാധാരണ വായിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ച് വായിക്കുക. ഒരു പുതിയ ഹോബി തുടങ്ങുക. നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾ എത്രത്തോളം പുതിയ വെല്ലുവിളികൾക്ക് വിധേയമാക്കുന്നുവോ അത്രത്തോളം അത് ശക്തമായി വളരും. ഈ മാനസിക ചലനാത്മകത നിങ്ങളുടെ പ്രശ്നപരിഹാര ശേഷിയും സർഗാത്മകതയും വർദ്ധിപ്പിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. മനഃശക്തി എന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു പതിവ് പരിശീലനമാണ്. നിങ്ങൾ ഓരോ ദിവസവും എടുക്കുന്ന ചെറിയ തീരുമാനങ്ങളിലാണ് നിങ്ങളുടെ ശക്തിയുടെ അളവ് നിശ്ചയിക്കപ്പെടുന്നത്. നിങ്ങൾ ഈ 10 വിദ്യകളിലൂടെ കടന്നുപോയപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ തീപ്പൊരി ജ്വലിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ ജ്വാല നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ഇപ്പോൾ ഈ നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന് ഒരു ഉറച്ച തീരുമാനമെടുക്കുക. ഒരു വലിയ സ്വപ്നത്തിനായി, ഒരു മികച്ച ജീവിതത്തിനായി നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിവിപ്ലവം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നടക്കേണ്ടത്. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുക, നിങ്ങളുടെ ശ്രദ്ധയെ നിയന്ത്രിക്കുക, നിങ്ങളുടെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കുക. നിങ്ങൾക്ക് സാധിക്കും. ഈ തീപ്പൊരിയെ ആളിക്കത്തിക്കുക, അതിനെ ഒരു വൻ അഗ്നിയാക്കി മാറ്റുക. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നുവെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.